നമസ്കാരം. കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ, കുറേ നാളുകളായി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് മനസ്സിൽ അതികഠിന ഭീകരമായ എന്താണ് അപമാനം, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഈ വീഡിയോ ഫുള്ള് കാണണം. നിങ്ങൾക്ക് എന്നെ ദീജയെയും നൈമിത്രയെയും ദീജയുടെ കുടുംബത്തെയും ഒക്കെ സ്നേഹിക്കുന്നവർ, വിമർശിക്കുന്നവർ, ശത്രുക്കൾ ഒക്കെ ഈ വീഡിയോ കാണണം. ഇതൊരു വലിയ കണ്ടന്റ് മേക്കർ അല്ലെങ്കിൽ ഭയങ്കര ഒരു ആളൊന്നുമല്ല. ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ദീജ നിന്ന് ഞാൻ ഒന്ന് രണ്ടിടങ്ങളിൽ കണ്ടു. ലക്ഷറി ലൈഫ്, ഉടായിപ്പ് എന്നൊക്കെ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരണം തരാനാണ്. അപ്പോൾ കുറേ നാളുകളായി, കുറേ ഒരു ഞങ്ങൾ താമസിച്ചിരുന്ന വീട് എസ് എൻ ഹൈപ്പർ മാർക്കറ്റോട് ചേർന്നിരിക്കുന്ന എസ് എൻ തിയേറ്ററുകാരുടെ വീട്, അവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഹൗസ് ഓണറിന് വരണം എന്നുള്ളത് കൊണ്ട് അവർക്ക് നമ്മൾ അതിൻ്റെ ആവശ്യമായിട്ട് വളരെ മാന്യമായിട്ട് ചേച്ചി മാറാൻ ഇങ്ങനെയാണ് എന്ന് വളരെ മാന്യമായ ഹൗസ് ഓണർ പറയുകയും ശരി ഓക്കെ നമ്മൾ അതിനെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും നമ്മളെ വീടിൻ്റെ പിറകെ പോവുകയായിരുന്നേ. നമ്മളെ വീട് ശരിയാകുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളെ വീട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വീഡിയോയിൽ ഒന്നും കൂടി പറയാം. 2018 ഞങ്ങൾ നൈമിത്ര ആരംഭിക്കുന്നത് എൻ്റെ മുത്താനയിലുള്ള ചെറിയ വീട്ടിലാണ്. ഒരു ചെറിയ വീടാണ്. അപ്പോൾ ആ വീടവിടെ വാങ്ങിച്ചതാണ്. അപ്പോൾ വാങ്ങിച്ച സമയത്ത് 6 സെൻറ്റ് ഒരു വീടും. അപ്പോൾ അതിൽ വീൽ ചെയർ ഇങ്ങനെ ഞാൻ അടുക്കളയിൽ പോകും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ വീൽ ചെയർ ഇരുന്നിട്ടല്ലായിരുന്നു. അപ്പോൾ 2018 നൈമിത്രയുമായിട്ട് ഞങ്ങൾ കിളിമാനൂരേക്ക് വന്ന സമയത്ത്, കിളിമാനൂർ നിലമേലൊക്കെ ആയിരുന്നു വന്ന സമയത്ത്, ആ വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല. കാരണം എനിക്ക് പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ വീൽ ചെയറിൽ തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ തടിയൊക്കെ കൂടി. അപ്പോൾ പിന്നെ എനിക്ക് വല്ലപ്പോഴും കൂടി എൻ്റെ മുത്താനയിലുള്ള വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകാനും ഒന്നും പറ്റുമായിരുന്നില്ല. അച്ഛനൊക്കെ മരിച്ചപ്പോൾ ഞാൻ പോയപ്പോഴൊക്കെ നിന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടിയാണ് നിന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോൾ 6 സെൻറ്റും വീട് നമുക്ക് കൊടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വാങ്ങിക്കണം എന്നും കരുതി. അപ്പോൾ വാങ്ങിച്ചാലും വീട് വയ്ക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം MC റോഡുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമാണ് നമുക്കത് വാങ്ങിക്കാൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കിളിമാനൂർ താമസത്തിന് അവിടെ നിന്ന് മുത്താനയിലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ, അവിടെ മുത്താനൊരു ഗ്രാമമാണ്. അവിടെ ആ ഗ്രാമത്തിൽ പിന്നെ നമ്മുടെ ഈ അവിടെ ഉള്ള കുറേ ആൾക്കാർ ആണ്. അപ്പോൾ പുറത്തുനിന്ന് പോവൽ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നൈമിത്ര കിളിമാനൂരേക്ക് പറിച്ചിട്ടത്, നിലമേലും കിളിമാനൂരായിട്ട്. അപ്പോൾ വളരെ നല്ല മനുഷ്യർ, കിളിമാനൂരും നിലമേലുമായിട്ട് വളരെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലാണ് വന്നതും വളരെ നല്ലപോലെ പോവുകയൊക്കെ ചെയ്തു. ഞാൻ സ്പീഡിൽ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് കേട്ടോ. ഇത്രയും സമയം ആരും കാണത്തില്ല, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കിളിമാനൂർ ഇങ്ങനെ വന്നു. നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൊടുക്കുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ആദ്യ സമയങ്ങളിൽ ബാധ്യതകൾ, ചെറിയ ചെറിയ ബാധ്യതകൾ, വീടിൻ്റെ ബാധ്യതകൾ ഒക്കെ ഉണ്ട്. ആ വീട് മുത്താനയിലെ വീടിന്. അപ്പോൾ ആ ബാധ്യതയൊക്കെ വേറെ പൈസകളോ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയൊക്കെ നമ്മൾ അതിനടച്ചു. അപ്പോൾ നൈമിത്ര നല്ലതുപോലെ ഇങ്ങനെ കയറി വരികയായിരുന്നു. 2020 നൈമിത്രയ്ക്ക് ഒരു ഫാക്ടറി ഉണ്ടാക്കുകയും ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് കുറേ മനുഷ്യരും ഒക്കെ നമുക്ക് വന്നു. നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അത് മുടങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ഫാക്ടറി അവിടെ നിൽക്കും. പിന്നെ അതെല്ലാം ഇതായി നമ്മൾ കയറി വന്ന അതേ സ്പീഡിൽ നമ്മൾ താഴെ പോയി ഒന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ 2018 തന്നെ നമ്മുടെ ആൾട്ടോ കാറ് നമ്മൾ എടുത്തു. കാരണം എനിക്ക് യാത്ര നമ്മളത് EMI ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് പൈസ അകത്തിടയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ EMI നൈമിത്ര കൊണ്ട് തന്നെ നമ്മൾ EMI അടച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭിന്നശേഷിയുള്ള ഒരാൾ, ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇന്ന് ചില സംഭാഷണങ്ങൾ വന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ കാർ ആൾട്ടോ ഉള്ളത് കൊണ്ട് അതിൽ കയറിയാണ് നമ്മൾ പോകണം. ഇപ്പോൾ എന്നെ കയറ്റിക്കൊണ്ട് പോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം അഞ്ചലിൽ നിന്നും കിളിമാനൂർ കടയ്ക്കലിൽ നിന്നും ചന്തകളിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കുന്നത് എല്ലാം നമ്മൾ അതിൽ തന്നെ. അപ്പോൾ അത് നമ്മൾ EMI അതിൽ നിന്ന് അടയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഫാക്ടറി, നമ്മുടെ കമ്പനി നൈമിത്ര പ്രൊഡക്ട്സിൽ നിന്ന് പോയത്. പിന്നെ അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് താഴെ പോയി, പ്രതിസന്ധിയുടെ ഒക്കെ ഏറ്റം. അപ്പോൾ ആ സമയത്ത് നൈമിത്രയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പ്ലാൻ വെച്ചു. അതിൽ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പ്ലാനിൽ പങ്കുചേർന്നു. അല്ലാതെ ചേച്ചി ഇത് കട തുടങ്ങുമെന്ന് പറഞ്ഞ് 2-3-4 പേര് നമ്മളന്ന് ഹെൽപ്പ് ചെയ്തു. പക്ഷേ അതൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റിയില്ല. കട അതോടുകൂടി അവർ പൊളിച്ച് അങ്ങനെ അങ്ങ് പോയി. നമുക്ക് ആ കടയിലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കട മുമ്പോട്ട് കൊണ്ടുപോകണം, ജീവിച്ചേ പറ്റും. അങ്ങനെയാണ് നമ്മൾ നിലമേൽ കണ്ണങ്കോട്, നമ്മൾ സത്യം പറയാലോ, കുടുംബശ്രീ നിന്നിട്ട് ലോണും എടുത്ത് നമ്മുടെ 2 ഫ്രണ്ട്സ് കടം തന്ന്, എൻ്റെ പ്രിയപ്പെട്ട അനുമൊക്കെ അന്ന് കടം തന്ന കടപ്പ് നമ്മൾ കൊടുത്തു. കുടുംബശ്രീയുടെ ലോൺ ഇപ്പോഴും അടയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ നിലമേൽ കണ്ണങ്കോട് പിന്നെ ചെറിയ മാല കൊണ്ടുവന്ന് പണയം വെച്ച് ഒക്കെയാണ് നമ്മളന്ന് ചെയ്തത്. പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ അതിനിടയ്ക്ക് നല്ല ബാധ്യതയുണ്ട്. നമ്മൾ അതിനിടയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് 2021, 2022, 2023 സമയങ്ങളിൽ ബാധ്യത നല്ലതുപോലെ വന്നിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് നമുക്ക് ആ കാറുണ്ട്, ആ കാറിൽ കയറിയാണ് പോകുന്നത്. പിന്നെ എസ് എൻ മന്ദിരത്തിനോട് ചേർന്ന് എസ് എൻ തിയേറ്ററിനോട് ചേർന്നിരിക്കുന്ന എസ് എൻ മന്ദിരം അവരുടെ വീടാണ്. അപ്പോൾ ആ വീടാണ് വാടകയ്ക്ക് എടുത്തത്. അപ്പോൾ ഇന്ന് അതും ഒരു ചോദ്യം. അത് എന്തൊക്കെയാണ് ഞാൻ പറയാം. ഞാൻ ഇതേവരെ താമസിച്ച എല്ലാ വീടുകളും അല്ല ടെറസ് വീടുകളാണ്. നല്ല ടെറസ് വീടുകളാണ്, കൊച്ചു വീടുകളൊന്നുമല്ല, ടെറസ് വീടുകളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ടോയ്ലറ്റ് ഓടിക്കയറുന്ന വീടുകൾ, ഈ കൊച്ചു വീടുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു അകത്തോട്ടൊക്കെ നമുക്ക് വീട് കിട്ടും. ഒന്നാമത്തെ പ്രശ്നം എൻ്റെ ടോയ്ലറ്റ് പ്രശ്നമാണ്. എൻ്റെ വീൽ ചെയർ, എൻ്റെ അമ്മയ്ക്ക് നല്ല പ്രായമായി. അപ്പോൾ ഈ വീൽ ചെയർ തള്ളി കയറ്റത് ഇറക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ എടുക്കുമ്പം നമുക്ക് അത് നോക്കണം. രണ്ടാമത് വണ്ടി, എൻ്റെ ചേച്ചി എൻ്റെ ഭാവിയും ബസ്സിൽ വരും, അവർക്ക് ഒരുപാട് നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ അത് എല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് 11,000 12,000 രൂപയ്ക്കുള്ള വീട് വാടകയ്ക്കാണ് എടുക്കുന്നത്. അപ്പം പ്രധാനമായും എൻ്റെ കാര്യമാണ്, എൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ 11,000 രൂപയിൽ 12,000 രൂപയൊക്കെ വാടക കൊടുത്ത് 8,000 10,000 കൊടുത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല, സത്യമായിട്ടും പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ചാറൊക്കെ വിറ്റിട്ട് ഞാൻ അപ്പം 2021 മുതലാണെന്ന് തോന്നുന്നു വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ വീഡിയോകൾ ഇട്ടാൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ നല്ല നല്ല കണ്ടൻറ്റ് ഒന്നും അല്ല, ചുറ്റുപാത്രം അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ വരുമാനമൊക്കെ കിട്ടുമല്ലോ ഞാൻ കുറേ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസയൊക്കെ എടുത്ത് ചില യാത്രകളൊക്കെ പോകും. 1500 2000 രൂപയൊക്കെ ആവും. ഇത്രയും എൻ്റെ ജീവിതത്തെ വിശദീകരിച്ച് തരുന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന കുറേ മനുഷ്യരെന്ത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടു, അതിൽ നിന്ന് വരുമാനം കിട്ടും. അങ്ങനെ വരുമാനമൊന്നും കിട്ടിയില്ല, പക്ഷേ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി, ഒരുപാട് കസ്റ്റമേഴ്സിനെ. ഒരു ചുറ്റുപാത്രപ്പടി ഒരുപാട് എവിടെ പോയാലും നീതയല്ലേ അല്ലെങ്കിൽ കാക്കച്ചല്ലേ കൊണ്ട് ഓടി വന്ന് കാക്കച്ചിനെയൊക്കെ പിടിക്കും. നീതയല്ലേ ചുറ്റുപാത്രം കാണുമെന്നൊക്കെ പറയും, വീഡിയോകളൊക്കെ കാണുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ നൈമിത്രയുടെ എന്താണ് ഒരു പരസ്യമായിട്ട് അതിനെ കണ്ടു നമ്മൾ. അപ്പോൾ പൈസ കുറേ നാൾ കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസയൊന്നും കിട്ടാതിരിക്കും, നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഫിനാൻഷ്യലി. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാക്കച്ചി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒന്നും കിട്ടില്ല, കുറേ പണം ചിലവാക്കിയത് തന്നെ മിച്ചം. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്നതിൽ നിന്ന് എടുത്ത് അതും ചെയ്യും ഇതും ചെയ്യും. പിന്നെ കുറേ ബാധ്യതകളുണ്ട്, ബാധ്യത അങ്ങോട്ട് കൊടുക്കും, EMI അത് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഇല്ല, നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ ഈ കിട്ടുന്നതും നമുക്ക് ഓടുന്നതുമായ ചില മാസങ്ങളിൽ റെൻറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല, ചില മാസങ്ങളിൽ സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ചില മാസങ്ങളിൽ നമുക്ക് പിന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും EMI അടയ്ക്കാനും ഒക്കെ. നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ നല്ല ചിട്ടി എല്ലാം ഉണ്ട്, ഇതെല്ലാം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രഗിൾ ചെയ്യുക, അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രഗിൾ ചെയ്യുന്നു. ഒരു സംരംഭകൻ എന്ന നിലയിൽ, ഇവിടെ ഒരു സംരംഭകൻ എന്ന നിലയിൽ എന്നെ ഇന്ന് കുറ്റം പറഞ്ഞ ഒരാൾ സംരംഭം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ചെറിയ വീടെടുത്ത് താമസിച്ചുകൂടെയെന്ന് നിങ്ങളിപ്പോൾ കരുതും. ചെറിയ വീടെടുക്കാൻ പറ്റാത്തത് ഈ ടോയ്ലറ്റ് സൗകര്യം, മറ്റുള്ളവരുടെ പ്രശ്നം പിന്നെയും നിൽക്കട്ടെ, എൻ്റെ ടോയ്ലറ്റ് സൗകര്യമാണ്, അതാണ് നോക്കുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മുത്താനയിലുള്ള വീട് കുഞ്ഞി വസ്തു നമ്മൾ കൊടുത്തു, കുഞ്ഞമ്മയ്ക്ക് കൊടുത്തു. അത് കൊടുത്തപ്പോഴത്തേക്ക് വളരെ സന്തോഷമായി, കാരണം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തു. നമ്മൾ ഇവിടെ തന്നെ നിലമേൽ തന്നെ നമ്മൾ 7 സെൻറ്റ് വസ്തു വാങ്ങി, കണ്ണങ്കോട്. അപ്പോൾ MC റോഡ് അടുപ്പിച്ചായതുകൊണ്ട് നമുക്ക് അതൊരു സന്തോഷമായി. അപ്പോൾ നമ്മൾ അവിടെ ഒരു വസ്തു വാങ്ങി ഇട്ടു. അപ്പോൾ കൊടുത്ത പൈസയ്ക്ക് നമുക്ക് തികയത്തില്ല, നമ്മളത് കൊടുത്തു. അപ്പോൾ നമ്മൾ കുറേ പൈസയും കൂടെ കടം വാങ്ങിയും കുറച്ചുകൂടെയൊക്കെ നമ്മൾ അച്ചാർ വിറ്റും, നമ്മുടെ കയ്യിലുണ്ടായിരുന്നതും അങ്ങനെയുള്ള അച്ചാർ വിറ്റും കുറച്ച് കടം വാങ്ങിയൊക്കെ നമ്മൾ പിന്നെ ആ വസ്തു വാങ്ങിയിട്ടു. കുറച്ച് പൈസയൊക്കെ കടം വാങ്ങി, ബാക്കി ആ കൊടുത്ത പൈസയും കൂടി തികയാതെ വന്നപ്പോൾ ചെറിയ പൈസകൾ അങ്ങനെയൊക്കെയുള്ള പൈസകളൊക്കെ കടം വാങ്ങിയാൽ മേടിച്ചിട്ട് പിന്നെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, കാരണം ആ വാങ്ങിച്ചിട്ട കടം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കട നിർത്തിയത്. കട അവർ പുതുക്കി പണിയുന്നു, താൽക്കാലികമായിട്ട് നിർത്തി. അവിടെ കണ്ണങ്കോട് തന്നെ തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. കട നിർത്തി. നമ്മുടെ വരുമാനം ജനുവരി മാസം ഡിസംബർ അവസാനം മുതൽ നമ്മൾ ഭയങ്കരമായിട്ട്, ഇവിടെ ഒരു സംരംഭം നടത്തുന്ന ഒരു മനുഷ്യന് മനസ്സിലാവും, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ റെൻറ്റ് കൊടുക്കണം, പിന്നെ അതിനിടയ്ക്ക് ആ റെൻറ്റ് ഹൗസ് മാറണമെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലോണിന് കൊടുത്തിട്ടുണ്ട്, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിൽ ലോണിന് കൊടുത്തു. അപ്പോൾ അവിടെ കുറേ ഇലക്ഷൻ്റെ കാര്യങ്ങൾ, ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോഴേ ഫണ്ട് വന്നില്ല, ഫണ്ട് വരാതെ അങ്ങനത്തെ പ്രശ്നമുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ അത്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞ്, ഇനിയിപ്പോൾ എനിക്കറിയില്ല, കുറേ പ്രൊസീജിയർ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയട്ടെ എന്നൊക്കെ. അപ്പോൾ വീട് വയ്ക്കാൻ പറ്റത്തില്ല, ഇനിയൊരു വാടക വീട് പറ്റത്തില്ല, ഇനിയിപ്പോൾ നമ്മൾ ഈ ബാധ്യതകളുടെ ഇടയ്ക്ക് എങ്ങനെ ഒരു വാടക വീട് എടുക്കും എന്നൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നപ്പോൾ ആണ് മാറിയേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നത്. അങ്ങനെ നമ്മൾ ഈ വീടെടുത്തത്, ഇപ്പോൾ താമസിക്കുന്ന വീട്, ഇതും ഈ പറഞ്ഞ പോലെ ചെറിയ വീടല്ല.
അപ്പോൾ ഇവിടെ നിന്ന് വാടകയും കൂടെ കൊടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പറ്റത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ സ്വന്തം വീട്ടിൽ പോകണം. അങ്ങനെ ഞാൻ മനസ്സ് മടുത്തപ്പോൾ ഫേസ്ബുക്കിൽ കുറേ ദിവസം കൊണ്ട് എഴുതും. ഏതെങ്കിലും ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഈ വാടകയ്ക്കാണെങ്കിലും താമസിക്കുന്ന വലിയ വീടാണ്. പിന്നെ നമുക്ക് നമ്മൾ ആൾട്ടോ ആണെങ്കിലും നമ്മൾ ആ കാറിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കരച്ചോട്ടിരിക്കുന്നവരല്ല, നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നു, നന്നായിട്ട് ഭക്ഷണം, ചോറ്റുപാത്രം എന്നൊക്കെ പറഞ്ഞ് ആരാളിത്തോന്നുന്ന ആൾക്കാർ കരുതിയേക്കുന്നത്. 100 രൂപയുടെ പച്ചക്കറി ഒരാഴ്ചത്തേക്ക് കഴിക്കുന്ന ആൾക്കാർ, ഒരാഴ്ചയല്ല ഇവിടെ എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ചിലവുകൾ പോണത്. അപ്പോൾ ചോറ്റുപാത്രമൊക്കെ ഇട്ട് അതിലെ ധാരാളിത്തമൊക്കെ ആണെന്ന് കരുതുന്നവരായിരിക്കും ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ പോസ്റ്റുകൾ ഇടുന്നുണ്ടല്ലോ, പോസ്റ്റുകൾ ഇട്ടപ്പോൾ റാണി ജോൺ പരിമല ഫ്രണ്ടാണ്, ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് വന്ന് എന്നെ വിളിച്ചു, വീഡിയോ കോൾ വിളിച്ച് പറഞ്ഞു, മോളെ ഞാൻ നിനക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാൻ പോകണം, എനിക്ക് വിഷമമായിടാ, ഞാൻ ഇറങ്ങിയിട്ടിരുന്ന് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ അത് വിഷമമാണ്. കാരണം എനിക്ക് ഒന്നാമത്തെ പ്രശ്നം, ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ആളാണ്. താമസിക്കുന്നത് വാടക വീടാണെങ്കിലും നല്ല വലിയ വീടുകളിലാണ് താമസിക്കുന്നത്, പിന്നെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പം ആൾക്കാർ സഹായം കൊടുക്കുന്നവരും ഈ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളവർക്കേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് നമുക്ക് നോക്കാം, നീ വിഷമിക്കാതിരി, എത്രയോ പേരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര വിഷമമായിരുന്നു. കാക്കച്ചി വരുമ്പോൾ കാക്കച്ചി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന അവസ്ഥയിൽ കാക്കച്ചി ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയെടുത്തും പറഞ്ഞു, അപ്പോൾ അവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ നിസ്സഹായരായിരുന്നു കേട്ടാ, ഇവരെല്ലാവരും നമ്മളെല്ലാം നിസ്സഹായരായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ വരട്ടെ, അവരിരുന്നെങ്കിലട്ടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു. അവരിന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിലൊരുത്തരായിട്ട് കമൻറ്റ്, ഈ ചേച്ചി പിന്നെ ഒന്നോ കിറ്റ് തന്നു പറ്റിച്ചു, 400 രൂപയുടെ കിറ്റായിരുന്നു, 200 രൂപയ്ക്ക് ഒരു മൂല്യമില്ലായിരുന്നു. അതൊന്ന്. 2, വലിയ വീട്ടിൽ ലക്ഷറി ലൈഫ് ജീവിക്കുകയാണ്, സ്ട്രഗിൾ ചെയ്യുന്ന പാവപ്പെട്ടവരെ അറിഞ്ഞൂടാ, ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ പണം മേടിച്ച് സൂചിക്കുക, അങ്ങനെ പറയുന്ന കുറേ ആ കമൻറ്റ് ഞാൻ കൊടുത്തിരിക്കാം. ഞാൻ അവർക്ക് നല്ല റിപ്ലൈ കൊടുത്തു. ഞാൻ റാണിയെ കൊണ്ട് പോസ്റ്റ് റിമൂവ് ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട, എനിക്കിത് മനസ്സിൽ ഭയങ്കര വിഷമമാണ്, എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും വിഷമമായി. അപ്പോൾ അവരൊക്കെ പറഞ്ഞു നമുക്കിതൊന്നും കിട്ടത്തുമില്ല, നമ്മൾ നാളം കടയില്ല. എന്തിന് നാളം കടണം, നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളെ പ്രോഡക്റ്റ് വിറ്റ്, നമ്മളത് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്, കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നമ്മളെ പ്രോഡക്റ്റ് വിറ്റ് ആരെങ്കിലും നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാം. നമ്മളെ പ്രോഡക്റ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്നുള്ളവർ ഇപ്പോൾ അതിനൊരു ഞാനത് പറയാം, അതിൻ്റെ കാര്യം പിന്നെ പറയാം. അങ്ങനെ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങുന്ന കാര്യത്തിലേക്ക് ആയിട്ട് കൊണ്ടുവന്ന് അതിൽ നിന്ന് എടുത്ത് നമുക്ക് ചെറുതായിട്ടെങ്കിലും വെച്ച് തുടങ്ങാം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അല്ലാതെ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് വെറുതെ പൈസ ആഗ്രഹിച്ചില്ല. അപ്പോൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, കാറുണ്ട്, ഒരു 500 രൂപയില്ലാതെ പെട്രോൾ അടിക്കാൻ പറ്റുമോ? അത് റാണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീജ ഇത്രയും ശത്രുക്കളോ നീജയ്ക്ക്, എന്തുമാത്രം ആൾക്കാരെൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് പറയുന്ന ഒരു ലക്ഷറി ലൈഫാണ് ജീവിക്കുന്നത്, അവർക്കൊന്നിൻ്റെയും കുറവില്ല, കുറേ ആൾക്കാരുണ്ട്, അവർ ആഡംബര ജീവിതമാണ് ജീവിക്കുന്നത്, കാറ് കയറി സുഖിച്ച് കിടക്കുകയാണ്, എന്നിട്ട് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, ഞാൻ ഒരിക്കലും നിങ്ങളോട് ആരോടും പറയുന്നില്ല എനിക്ക് വെറുതെ പൈസ തരണമെന്ന്. എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് പൈസ എനിക്കൊരു വീട് വയ്ക്കണം. ഇനി അത് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പൈസയുള്ള ആരെങ്കിലും വന്നിട്ട് എന്നെ നീതിക്കൊരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ സന്തോഷപൂർവ്വം ഞാനൊന്ന് സ്വീകരിക്കും. കാരണം ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇത്രയും വലിയൊരു ഭാരം എടുക്കാൻ, ഇത്രയും വലിയൊരു വീടിൻ്റെ ഭാരം എടുക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസത്തിലുള്ള പൈസകൾ ഇങ്ങനെ റോൾ ചെയ്ത് പോകാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവിടെ മേടിച്ച് ഇവിടെ മേടിച്ച് കൊടുത്ത് അങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്ത്, അതൊരു സംരംഭകർ എല്ലാവരും അങ്ങനെയാണ്. ഇവിടെ സംരംഭകർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും. പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവത്തില്ല. നീല സുഖിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നത്, നീല ലക്ഷറി ജീവിതം ജീവിക്കുന്നു എന്ന് പറയുന്നത്. ഇതുപോലെ ഏതെങ്കിലും വീടെടുത്ത് നിങ്ങളുടെ വീട്ടിൽ എന്നെപ്പോലെ ഒരാളുണ്ടെങ്കിൽ നിങ്ങളിത് പറയത്തില്ല. എനിക്ക് തോന്നുന്നത് എന്തോ വൈരാഗ്യം എൻ്റെ അടുത്തുള്ള, ഞാൻ കുറേ ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം. ഞാൻ ശത്രുക്കളില്ലെന്നാണ് കരുതിയത് കേട്ടോ. ഇവരായിരിക്കാം റാണി എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഒരു പോസ്റ്റ് ഇടുന്നത്. ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് കാറുണ്ട്, ഞങ്ങളുടെ കാറ് എന്ന് പറയുന്ന ഒരു ആൾട്ടോയാണ്. അപ്പോൾ അത് പിന്നെ അതുള്ളത് കൊണ്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണതും എല്ലാം. രണ്ടാമത് ഇത് വാടക വീടാണ്, 12,000 11,000 രൂപ വാടക കൊടുക്കാൻ അത്രമേൽ ബുദ്ധിമുട്ടിയാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ വീടേ എനിക്ക് ടോയ്ലറ്റ് പറ്റുള്ളൂ. എനിക്കല്ലാതെ ഒരു ചെറിയ വീട് നിങ്ങൾ എടുത്തതാ, ടോയ്ലറ്റ് സൗകര്യമുള്ള, വളരെ നന്ദിയാണ്. ഒരു 10,000 രൂപയ്ക്ക് നിങ്ങൾ ദയവായി എടുത്തതാ. ഞങ്ങൾ വാഴോടൊരു വീട്ടിൽ താമസിച്ചു, അവിടെ മാത്രമാണ് ഞങ്ങൾക്ക് പിന്നെ വാടക കുറവുണ്ടായിരുന്നത്. അല്ലാതെ എല്ലായിടത്തും ഞങ്ങൾ നല്ലതുപോലെ വാടക കൊടുത്തിട്ട് തന്നെ നിന്നത്. അപ്പോൾ നമ്മൾ ഈ വാടക കൊടുക്കുമ്പോൾ നമ്മൾ ഉയരെരിഞ്ഞ് കൊടുക്കും, കാരണം നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞ് പെട്രോൾ അടിക്കുന്നതും അതുപോലെ തന്നെ, അങ്ങനെ തന്നെ. ഇത്രയും വിശദീകരിച്ച് നിങ്ങളോട് പറയേണ്ടി വരുന്നത് നിങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ടാണ്. ഇത് റാണിയെ കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യിപ്പിക്കും ഈ വീഡിയോ റാണി എന്നെ വിമർശിച്ച ആൾക്കാർ, ഞാൻ റാണിയുടെ പ്രത്യേക നന്ദി പറയുന്നു. വളരെ സ്നേഹത്തിലാണ് അവരത് ചെയ്തത്.
പിന്നെ ദീദയ്ക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്താ കുറേ മനുഷ്യർ ഇങ്ങനെയാണ് ഇപ്പോഴും പറയുന്നു, എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ നിങ്ങൾ ഒരാൾ അത് 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. കുറേ മനുഷ്യർ കൂടുമ്പോഴാണ് അത് പറ്റുന്നത്. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞിട്ട് ഒരു പൈസ ഇതുവരെയും പിരിച്ചിട്ടില്ല എങ്ങും. ഞാൻ റാണിയെ കൊണ്ടത് പോസ്റ്റ് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേരും പറഞ്ഞു ആരും ഒരു സ്ഥലത്തും ഇനി പറയാൻ പാടില്ല. നൈമിത്രയും പറഞ്ഞു ഒരു സ്ഥലത്തും പറയാൻ പാടില്ല. ഒരിടത്തും ചെന്ന് നിന്ന് തലകുടിച്ച് നിൽക്കേണ്ടുന്ന കാര്യമൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നൈമിത്ര കൊണ്ട് വീട് വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയും. കാരണം എനിക്ക് ഈ വീടും സേഫ് അല്ല. എനിക്ക് ഈ വീട്ടിൽ നിന്ന് പാറണം. ഈ വീടും എനിക്ക് അങ്ങനെ കുറച്ച് നാൾ അധികം നാൾ ഈ വീട്ടിലും ജീവിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം. കാരണം നമുക്ക് വലിയ വാടകയൊന്നും കൊടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം അകത്തോട്ടൊരു വീട്ടിൽ നമുക്ക് അങ്ങനെ വന്നിട്ട് കടയും ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു എത്രയും പെട്ടെന്ന് നമ്മളെ ഷോപ്പ് ശരിയാവട്ടെ, അപ്പോഴത്തേക്ക് നമ്മളെ വീട് കൂടെ ശരിയാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നന്മയുള്ള മനുഷ്യർ പ്രാർത്ഥിക്കണം. റാണിയെ പോലെ നന്മയുള്ള മനുഷ്യർ പ്രാർത്ഥിക്കണം വീട് ശരിയാവാൻ. പിന്നെ ഇപ്പോഴും പറയുന്നു, പൈസയുള്ള ആരെങ്കിലും, നല്ല പൈസയുള്ള ആരെങ്കിലും കടമായിട്ട് തന്നാൽ ഞാൻ ജോലി ചെയ്ത് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ജോലി ചെയ്ത് കൊടുക്കാം. അത്രയും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. വെറുതെ ഇന്നും പോയി ഇന്ന് ഇരന്ന് വാങ്ങിയിട്ടില്ല, ഇന്നേ വരെ ചെയ്തിട്ടില്ല. പിന്നെ സപ്പോർട്ട് ചെയ്ത മനുഷ്യരുണ്ട്, അവരെന്നും ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ലക്ഷറി ജീവിതം ജീവിക്കുന്നു ഇഷ്ടം പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾക്ക് മറ്റൊരാളും ജീവിക്കുന്ന ജീവിതം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. വീഡിയോ നല്ലതായിട്ട് നീണ്ടുപോയി. അവസാനം വരെ ഈ വീഡിയോ കാണണം. ഇത്രയേ ഉള്ളൂ. തെറ്റാം.